ഹായ് ഗായ്സ്, വെക്കേഷൻ ഒരിടത്തും പോയില്ലല്ലോ എന്ന വിഷമം മാറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ട്രിവാൻഡ്രത്തെ ലുലു മോളിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല, കിട്ടിയ സ്ഥലം നോക്കി ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഫണ്ടൂറേക്ക്. ഇവിടെ വന്നത് തന്നെ അടിച്ചു പൊളിക്കാനാണ്. അപ്പം നമ്മൾ വേറൊന്നും നോക്കിയില്ല. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറാമെന്ന് പറഞ്ഞ് ആദ്യം നേരെ ഫണ്ടൂറയിലേക്ക് പോയി. കാലങ്ങൾക്ക് ശേഷം ലുലു മോളിൽ പോകുന്നതിൻ്റെ ഒരു നെർവസ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് മാറി. ആദ്യം ഞാൻ റോളർ കോസ്റ്ററിലാണ് കയറിയത്. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, സത്യം പറയട്ടല്ലോ. അത്രയും കുഴപ്പമില്ലാത്ത റൈഡായിരുന്നു. ഇറങ്ങിയപ്പോൾ തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നി, പക്ഷെ അത് സാരമില്ല. പിന്നെ നമ്മൾ പോയത് ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് എന്ന റൈഡിലേക്കാണ്. അത് സൂപ്പർ റൈഡായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെട്ട റൈഡാണത്. എനിക്ക് നെർവസ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിൽ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റി. നമ്മൾ പോയത് ക്രേസി കാർസിലാണ്. അവിടെ എനിക്ക് ആക്ച്വലി ആരെയും തട്ടാതെ കാർ ഓടിക്കാൻ പറ്റി ആദ്യമായിട്ട്. പിന്നെ നമ്മൾ ബൗളിങ്ങിലേക്ക് പോയി. അതിൻ്റെ തൊട്ടടുത്ത് പോപ്പിംഗ് ബലൂൺസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ വീഡിയോയിൽ. അതിൽ 2 ബലൂൺ പൊട്ടിച്ചതിന് നമുക്കൊരു പെൻസിൽ സെറ്റ് സമ്മാനമായിട്ട് കിട്ടി. അതിനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി കേട്ടോ. ആക്ച്വലി ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. അങ്ങനെ അതിൻ്റെ സമ്മാനമായി ടിക്കറ്റും ഒക്കെ കിട്ടി. നമ്മൾ വേറെ കളിയിലേക്ക് പോയി. ഈ കളിയിൽ ആക്ച്വലി ഫൗളായിരുന്നു. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ണൻ കൈവച്ച് തട്ടിക്കളിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൈവച്ച് തന്നെ തട്ടിക്കളിച്ചു. പക്ഷെ കണ്ണനെ തോപ്പിക്കാനൊന്നും പറ്റിയില്ല. കണ്ണൻ ഇതിൽ മിടുക്കനായിരുന്നു. അടുത്ത നമ്മൾ ക്ലോ മെഷീനിലേക്കാണ് പോയത്. അതിലൊന്നും കിട്ടാനൊന്നും സാധ്യതയില്ലെന്ന് നമുക്കറിയായിരുന്നു. എന്നാലും വെറുതെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 10 വട്ടമെങ്കിലും ട്രൈ ചെയ്ത് കാണും. എന്നിട്ടും ലക്കില്ലാതെ പോയി ഗൈസ്. ഒരെണ്ണം പോലും കിട്ടിയില്ല. പിന്നെ നമ്മൾ ക്ലോ മെഷീൻ വിട്ട് അടുത്ത ഗെയിമിലേക്ക് പോയി. ഇത് വെള്ളം വെച്ചുള്ള ഗെയിം ആയിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖത്തേക്ക് വെള്ളം വന്ന് തെറിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ കളിച്ചതിന് ശേഷം നമ്മുടെ ടിക്കറ്റ് വെച്ച് പ്രൈസ് മേടിക്കാൻ വേണ്ടി നമ്മൾ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ടിക്കറ്റ് നമ്മുടെ കാർഡിൽ തന്നെ ഇട്ടിരുന്ന അടുത്ത തവണ വരുമ്പോൾ നമുക്കത് യൂസ് ആവുമോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ആസാദിൻ്റെ 1914 ആക്ച്വലി എനിക്ക് അവിടുത്തെ ഫുഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓർഡർ കൊടുക്കുമ്പം 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർ ഫുഡ് തരികയാണ്. ഞാൻ അവിടെ നിന്ന് നൂലപ്പവും ചിക്കൻ കറിയും പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഓർഡർ ചെയ്തു, ട്രഡീഷണൽ ക്രിസ്പി ചിക്കൻ എന്ന് പറഞ്ഞ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ചൂടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു കഴിക്കാൻ വേണ്ടി, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മിൻറ്റ് ലൈമാണ്. ആദ്യമൊന്നും ടേസ്റ്റ് തോന്നിയില്ല, പിന്നെയല്ലേ വല്ലാത്തൊരു കയ്പും എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. എനിക്ക് നല്ലോണം കുടിക്കാനൊന്നും പറ്റിയില്ല. അമ്മയാണ് പിന്നെ എല്ലാം കുടിച്ച് ചേർത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ മിൻറ്റ് ലൈം. കളയണ്ടെന്ന് വെച്ച് ഞാൻ വീണ്ടും കുടിച്ചു നോക്കി. പക്ഷേ കുടിച്ചപ്പോൾ എനിക്ക് ഒട്ടും പറ്റിയില്ല. പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി ഞാൻ ട്രഡീഷണൽ ക്രിസ്പി ചിക്കൻ വീണ്ടും എടുത്ത് കഴിച്ചു നോക്കി.
ഞാനതിന് 10 ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യുള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ആക്ച്വലി ഇവിടെ ബാക്ക് ടു സ്കൂൾ ഓഫറുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റികൾ, ബാഗ്, അതുപോലെ തന്നെ സ്യൂട്ട് കേസുകൾ, ഇഷ്ടം പോലെ വെറൈറ്റിയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് ഒരു സാലഡ് ഉണ്ടാക്കാനും നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സാലഡ് ഉണ്ടാക്കാനും നമ്മൾ തന്നെ അതെടുക്കണം. എല്ലാത്തിനും അടിപൊളി ഡിസ്കൗണ്ടോടെ ആയിരുന്നു ഓരോ സാധനങ്ങളോടെ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് യാത്രയായി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നമുക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന കിവി, പൈനാപ്പിൾ, വാട്ടർമെലൺ, ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ കുറേ ഫ്രൂട്ട്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തുറന്ന ഉടനെ അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തുകൊണ്ട് പോയി. ഞാൻ ആദ്യം വാട്ടർമെലനാണ് ട്രൈ ചെയ്തത്. വാട്ടർമെലൺ നല്ല ടേസ്റ്റി ആയിരുന്നു. വായിലിട്ട ഉടനെ അലിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അടുത്ത് ഞാൻ എടുത്തത് ഗ്രേപ്സാണ്. ഗ്രേപ്സിന് ഭയങ്കര പുളിയായിരുന്നു. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനടുത്ത് ട്രൈ ചെയ്തത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് വലിയ പീസായതുകൊണ്ട് തന്നെ എൻ്റെ സ്പൂണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് ചെറിയ പീസ് എടുത്ത് കഴിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല. ഒരു സോൾട്ടി ഫീലിംഗ് ഉണ്ടായിരുന്നു, ചെറിയൊരു സോൾട്ടി ഫീലിംഗ്. വേറൊരു ടേസ്റ്റും എനിക്ക് തോന്നിയില്ല. അടുത്ത് ഞാൻ ട്രൈ ചെയ്തത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ എനിക്ക് വളരെ സ്വീറ്റായിട്ട് തോന്നി. എനിക്ക് അതിൽ ആ സാലഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് പൈനാപ്പിൾ. പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ എൻ്റെ ഫ്രൂട്ട് സാലഡ് അങ്ങ് എടുത്തുകൊണ്ട് പോയി. പിന്നെന്ത് പറയാനാ, ഇതുപോലെ രസകരമായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.